JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ് ആണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ടോപ്പ് 100+ മൈക്രോസോഫ്റ്റ് വേർഡ് MCQs ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാ പരീക്ഷകൾക്കും തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഫോർ ഓൾ കോമ്പറ്റീറ്റീവ് എക്സാംസ് ആൻഡ് ഇന്റർവ്യൂസ് ഈ ക്വസ്റ്റ്യൻസ് വളരെയധികം പ്രയോജനപ്രദമാണ്. അപ്പോൾ തെരഞ്ഞെടുത്ത 101 ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മൈക്രോസോഫ്റ്റ് ഓഫീസ് ഈസ് ഡെവലപ്ഡ് ബൈ ഓപ്ഷൻ എ ആപ്പിൾ ഇൻഫോടെക്, ഓപ്ഷൻ ബി മൈക്രോസോഫ്റ്റ് പബ്ലിഷർ, ഓപ്ഷൻ സി മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ, ഓപ്ഷൻ ഡി ഒറാക്കിൾ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. അതായത് മൈക്രോസോഫ്റ്റ് ഓഫീസ് വികസിപ്പിച്ചെടുത്തത് ഏതാണ്? മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, മൈക്രോസോഫ്റ്റ് ഓഫീസ് ഈസാണ്, അതായത് മൈക്രോസോഫ്റ്റ് ഓഫീസ് ഡാഷ് ആണ്. ഓപ്ഷൻ എ ഹാർഡ്വെയർ, ഓപ്ഷൻ ബി സിസ്റ്റം സോഫ്റ്റ്വെയർ, ഓപ്ഷൻ സി ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഓപ്ഷൻ ഡി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. മൈക്രോസോഫ്റ്റ് ഓഫീസ് ഈസാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ വേർഡ് പ്രോസസർ? അതായത് ഇനി പറയുന്നവയിൽ ഏതാണ് ഒരു വേർഡ് പ്രോസസർ? ഓപ്ഷൻ എ MS വേർഡ്, ഓപ്ഷൻ ബി MS എക്സൽ, ഓപ്ഷൻ സി MS ആക്സസ്, ഓപ്ഷൻ ഡി MS ഓഫീസ് പബ്ലിഷർ. ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ് ആൻസർ, MS വേർഡ്. ഏതാണ് ഒരു വേർഡ് പ്രോസസർ എന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ ആണ് ആൻസർ, MS വേർഡ്. അടുത്ത ക്വസ്റ്റ്യൻ, അറ്റ് പ്രസന്റ് ദ മോസ്റ്റ് പോപ്പുലർ വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ ഈസ് ഡാഷ്. നിലവിലുള്ള ഏറ്റവും പ്രചാരമുള്ള വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ ഡാഷ് ആണ്. ഓപ്ഷൻ എ റൈറ്റർ, ഓപ്ഷൻ ബി വേർഡ് സ്റ്റാർ, ഓപ്ഷൻ സി വേർഡ് പെർഫെക്റ്റ്, ഓപ്ഷൻ ഡി മൈക്രോസോഫ്റ്റ് വേർഡ്. ഏതാണ് നിലവിലുള്ള ഏറ്റവും പ്രചാരമുള്ള വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ? ഓപ്ഷൻ ഡി ആണ് ആൻസർ, മൈക്രോസോഫ്റ്റ് വേർഡ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ബട്ടൺ ഈസ് സിമിലർ ടു ദ ഫയൽ മെനു ഇൻ MS വേർഡ്? അതായത് MS വേർഡിലെ ഫയൽ മെനുവിന് സമാനമായ ബട്ടൺ ഏതാണ്? ഓപ്ഷൻ എ സ്റ്റാർട്ട് ബട്ടൺ, ഓപ്ഷൻ ബി ഓഫീസ് ബട്ടൺ, ഓപ്ഷൻ സി മൗസ് ബട്ടൺ, ഓപ്ഷൻ ഡി വിൻഡോസ് ബട്ടൺ. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് ആൻസർ, ഓഫീസ് ബട്ടൺ. അടുത്ത ക്വസ്റ്റ്യൻ, in MS Word the familiar and repeated function tool can be kept in dash. അതായത് MS Wordലെ പരിചിതവും ആവർത്തിച്ചുള്ളതുമായ ഫംഗ്ഷൻ ടൂളുകൾ ഡാഷിൽ സൂക്ഷിക്കാൻ കഴിയും. ഏത് സൂക്ഷിക്കാൻ കഴിയും? ഓപ്ഷൻ എ ടൈറ്റിൽ ബാർ, ഓപ്ഷൻ ബി ടാസ്ക് ബാർ, ഓപ്ഷൻ സി സ്ക്രോൾ ബാർ, ഓപ്ഷൻ ഡി ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. ഏതിലാ സൂക്ഷിക്കാൻ കഴിയുന്നത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ബാർ ഷോസ് ദ നെയിം ഓഫ് ദ കറന്റ്ലി ആക്റ്റീവ് ഡോക്യുമെന്റ്സ് ഇൻ MS വേർഡ്? അതായത് ഈ MS വേർഡിലെ നിലവിൽ സജീവമായ ഡോക്യുമെന്റിന്റെ പേര് ഏത് ബാർ കാണിക്കുന്നു? ഓപ്ഷൻ എ ടൈറ്റിൽ ബാർ, ഓപ്ഷൻ ബി ടാസ്ക് ബാർ, ഓപ്ഷൻ സി മെനു ബാർ, ഓപ്ഷൻ ഡി സ്റ്റാറ്റസ് ബാർ. ഓപ്ഷൻ എ ആണ് ആൻസർ, ടൈറ്റിൽ ബാർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ലൈൻ ബിലോ ദ ടൈറ്റിൽ ബാർ ഇസ് എ ഡാഷ്. അതായത് ഈ ടൈറ്റിൽ ബാറിന് താഴെയുള്ള വരി ഡാഷ് ആണ്. ഓപ്ഷൻ എ മെനു ബാർ, ഓപ്ഷൻ ബി സ്റ്റാറ്റസ് ബാർ, ഓപ്ഷൻ സി വെർട്ടിക്കൽ സ്ക്രോൾ ബാർ, ഓപ്ഷൻ ഡി ഹൊറിസോണ്ടൽ സ്ക്രോൾ ബാർ. ഓപ്ഷൻ എ ആണ് ആൻസർ, മെനു ബാർ. അടുത്ത ക്വസ്റ്റ്യൻ, വെർട്ടിക്കൽ സ്ക്രോൾ ബാർ ഈസ് യൂസ്ഡ് ടു മൂവ് ദ ഡോക്യുമെന്റ്. ഓപ്ഷൻ എ ലെഫ്റ്റ്, ഓപ്ഷൻ ബി റൈറ്റ്, ഓപ്ഷൻ സി ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, ഓപ്ഷൻ ഡി അപ്പ് ആൻഡ് ഡൗൺ. അതായത് ഈ ഡോക്യുമെന്റ് ഡാഷിലേക്ക് നീക്കാൻ വെർട്ടിക്കൽ സ്ക്രോൾ ബാർ ഉപയോഗിക്കുന്നു. ഏതിലേക്ക് നീക്കാൻ? അപ്പ് ആൻഡ് ഡൗൺ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ MS വേർഡ് വിച്ച് ഈസ് യൂസ്ഡ് ടു സ്വിച്ച് ദ വ്യൂ മോഡ് ഓഫ് ദ ആക്റ്റീവ് ഡോക്യുമെന്റ്? MS വേർഡിൽ സജീവ ഡോക്യുമെന്റിന്റെ വ്യൂ മോഡ് മാറാൻ ഉപയോഗിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ ലേഔട്ട് വ്യൂ, ഓപ്ഷൻ ബി സൂം ഓപ്ഷൻ, ഓപ്ഷൻ സി ക്ലോസ് ബട്ടൺ, ഓപ്ഷൻ ഡി മാക്സിമൈസ് ബട്ടൺ. ഓപ്ഷൻ ഡി ആണ് ആൻസർ, മാക്സിമൈസ് ബട്ടൺ. അടുത്ത ക്വസ്റ്റ്യൻ, which bar is used to move the document up/down to view the entire document? അതായത് മുഴുവൻ പ്രമാണവും കാണുന്നതിന് ഡോക്യുമെന്റ് മുകളിലേക്ക് താഴേക്ക് നീക്കാൻ ഉപയോഗിക്കുന്ന ബാർ ഏതാണ്? ഓപ്ഷൻ എ വെർട്ടിക്കൽ സ്ക്രോൾ ബാർ, ഓപ്ഷൻ ബി ഫോർമാറ്റിംഗ് ടൂൾ ബാർ,
ഓപ്ഷൻ സി ഹൊറിസോണ്ടൽ സ്ക്രോൾ ബാർ, ഓപ്ഷൻ ഡി ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. ഓപ്ഷൻ എ ആണ് ആൻസർ വെർട്ടിക്കൽ സ്ക്രോൾ ബാർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ MS Word വേർ ദ ക്ലോസ് ബട്ടൺ ഈസ് ലൊക്കേറ്റഡ്. അതായത് ഈ MS Word ക്ലോസ് ബട്ടൺ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ ടോപ്പ് ലെഫ്റ്റ്, ഓപ്ഷൻ ബി ടോപ്പ് റൈറ്റ്, ഓപ്ഷൻ സി ബോട്ടം ലെഫ്റ്റ്, ഓപ്ഷൻ ഡി ബോട്ടം റൈറ്റ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ടോപ്പ് റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷോസ് ദ കറന്റ് പൊസിഷൻ ഓഫ് ദ കഴ്സർ. അതായത് ഇനി പറയുന്നവയിൽ ഏതാണ് കഴ്സറിന്റെ നിലവിലെ സ്ഥാനം കാണിക്കുന്നത്? ഓപ്ഷൻ എ ലേ ഔട്ട്, ഓപ്ഷൻ ബി ടൈറ്റിൽ ബാർ, ഓപ്ഷൻ സി സ്റ്റാറ്റസ് ബാർ, ഓപ്ഷൻ ഡി ഹൊറിസോണ്ടൽ റൂളർ. ഓപ്ഷൻ സി ആണ് ആൻസർ സ്റ്റാറ്റസ് ബാർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓപ്ഷൻ ഈസ് യൂസ്ഡ് ടു എൻലാർജ് ദ ടെക്സ്റ്റ് സ്ലാഷ് പിക്ചർ. അതായത് ഈ വാചക ചിത്രമൊക്കെ വലുതാക്കാൻ ഉപയോഗിക്കുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ സൂം, ഓപ്ഷൻ ബി റീസൈസ്, ഓപ്ഷൻ സി എൻലാർജ്, ഓപ്ഷൻ ഡി മാക്സിമൈസ്. ഓപ്ഷൻ എ ആണ് ആൻസർ സൂം. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ MS Word വിച്ച് ഗ്രൂപ്പ് ഹാസ് ബോൾഡ് ആൻഡ് അണ്ടർലൈൻ എഫക്റ്റ്. അതായത് ഈ MS Word ഏത് ഗ്രൂപ്പിലാണ് ബോൾഡ് ആൻഡ് അണ്ടർലൈൻ എഫക്റ്റ് ഉള്ളത്? ഓപ്ഷൻ എ ഫോണ്ട്, ഓപ്ഷൻ ബി എഡിറ്റിംഗ്, ഓപ്ഷൻ സി ക്ലിപ്പ് ബോർഡ്, ഓപ്ഷൻ ഡി പാരഗ്രാഫ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ് ആൻസർ ഫോണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഷോർട്ട് കട്ട് കീ ഈസ് യൂസ്ഡ് ടു ഓപ്പൺ എ ഡോക്യുമെന്റ്. ഈ ഒരു ഡോക്യുമെന്റ് തുറക്കാൻ ഏത് കുറുക്കുവഴി കീയാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ Ctrl+N, ഓപ്ഷൻ ബി Ctrl+P, ഓപ്ഷൻ സി Ctrl+S, ഓപ്ഷൻ ഡി Ctrl+O. ഓപ്ഷൻ ഡി ആണ് ആൻസർ Ctrl+O. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് കീ സ്ട്രോക്ക് വിൽ മൂവ് ദ കഴ്സർ സ്ലാഷ് പോയിന്റർ ടു ദ ബിഗിനിങ് ഓഫ് ദ ഡോക്യുമെന്റ്. അതായത് ഈ ഏത് കീ സ്ട്രോക്ക് ആണ് കഴ്സർ പോയിന്റിനെ പ്രമാണത്തിന്റെ തുടക്കത്തിലേക്ക് നീക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഹോം, ഓപ്ഷൻ ബി Ctrl+A, ഓപ്ഷൻ സി Ctrl+End, ഓപ്ഷൻ ഡി Ctrl+Home. ഓപ്ഷൻ ഡി ആണ് ആൻസർ Ctrl+Home. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് കീ സ്ട്രോക്ക് വിൽ മൂവ് ദ പോയിന്റർ സ്ലാഷ് കഴ്സർ ടു ദ എൻഡ് ഓഫ് ദ ലൈൻ. അതായത് ഈ ഏത് കീ സ്ട്രോക്ക് ആണ് പോയിന്റർ സ്ലാഷ് കഴ്സറിനെ വരിയുടെ അവസാനത്തിലേക്ക് നീക്കുന്നത്? ഓപ്ഷൻ എ എൻഡ്, ഓപ്ഷൻ ബി Ctrl+A, ഓപ്ഷൻ സി Ctrl+S, ഓപ്ഷൻ ഡി Ctrl+End. ഓപ്ഷൻ എ ആണ് ആൻസർ എൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ MS Word വിച്ച് ടെക്നിക് ഈസ് യൂസ്ഡ് ടു സെലക്ട് ദ ഹോൾ പാരഗ്രാഫ്. അതായത് ഈ MS Word മുഴുവൻ ഖണ്ഡികയും തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഏത് സാങ്കേതികതയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ Ctrl+A, ഓപ്ഷൻ ബി ക്ലിക്ക് വിത്തിൻ ദ പാരഗ്രാഫ്, ഓപ്ഷൻ സി ഡബിൾ ക്ലിക്ക് വിത്തിൻ ദ പാരഗ്രാഫ്, ഓപ്ഷൻ ഡി ട്രിപ്പിൾ ക്ലിക്ക് വിത്തിൻ ദ പാരഗ്രാഫ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ട്രിപ്പിൾ ക്ലിക്ക് വിത്തിൻ ദ പാരഗ്രാഫ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓപ്പറേഷൻ ഈസ് ടു ബി പെർഫോംഡ് ബിഫോർ പേസ്റ്റ്. അതായത് ഈ പേസ്റ്റിന് എന്നതിന് മുമ്പ് ഏത് ഓപ്പറേഷൻ നടത്തണം? ഓപ്ഷൻ എ Ctrl+V, ഓപ്ഷൻ ബി കട്ട്/കോപ്പി, ഓപ്ഷൻ സി സെലക്ട് ഓൾ, ഓപ്ഷൻ ഡി സെലക്ട് ടെക്സ്റ്റ്. ഓപ്ഷൻ ബി ആണ് ആൻസർ കട്ട്/കോപ്പി. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ വിൽ യു ട്രാൻസ്ഫർ ദ സെലക്ടഡ് ടെക്സ്റ്റ് ടു ദ ഡിസൈർഡ് ലൊക്കേഷൻ. തിരഞ്ഞെടുത്ത ടെക്സ്റ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് എങ്ങനെ കൈമാറും? ഓപ്ഷൻ എ കോപ്പി, ഓപ്ഷൻ ബി കട്ട് ആൻഡ് കോപ്പി, ഓപ്ഷൻ സി സ്പെഷ്യൽ പേസ്റ്റ്, ഓപ്ഷൻ ഡി കട്ട് ആൻഡ് പേസ്റ്റ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ കട്ട് ആൻഡ് പേസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഡു യു റിമൂവ് എ ബ്ലോക്ക് ഓഫ് ടെക്സ്റ്റ് ഇൻ MS Word. അതായത് MS Word ടെക്സ്റ്റിന്റെ ഒരു ബ്ലോക്ക് എങ്ങനെ നീക്കം ചെയ്യാം? ഓപ്ഷൻ എ കട്ട്, ഓപ്ഷൻ ബി ഡ്രാഗ്, ഓപ്ഷൻ സി മൂവ്, ഓപ്ഷൻ ഡി റിഡോ. ഓപ്ഷൻ എ ആണ് ആൻസർ കട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓപ്ഷൻ ഈസ് യൂസ്ഡ് ടു സെർച്ച് ടെക്സ്റ്റ് ഇൻ എ ഡോക്യുമെന്റ്. അതായത് ഒരു ഡോക്യുമെന്റിലെ ടെക്സ്റ്റ് തിരയാൻ ഉപയോഗിക്കുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ഫൈൻഡ്, ഓപ്ഷൻ ബി സെലക്ട്, ഓപ്ഷൻ സി സെർച്ച്, ഓപ്ഷൻ ഡി റീപ്ലേസ്. ഓപ്ഷൻ എ ആണ് ആൻസർ ഫൈൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ, വേർ അൺഡു ആൻഡ് റിഡോ ബട്ടൺ അപ്പിയേഴ്സ്. അൺഡു ആൻഡ് റിഡോ ബട്ടൺ എവിടെയാണ് ദൃശ്യമാകുന്നത്? ഓപ്ഷൻ എ ക്ലിപ്പ് ബോർഡ്, ഓപ്ഷൻ ബി ഫോർമാറ്റിംഗ്, ഓപ്ഷൻ സി ഹോം റിബൺ, ഓപ്ഷൻ ഡി ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. ഓപ്ഷൻ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് കമാൻഡ് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ദ ആക്റ്റീവ് ഡോക്യുമെന്റ് പെർമനന്റ്ലി. അതായത് ഈ സജീവ പ്രമാണം ശാശ്വതമായി സംഭരിക്കുന്നതിന് ഏത് കമാൻഡ് ഉപയോഗിക്കുന്നു? ഓപ്ഷൻ എ സേവ്, ഓപ്ഷൻ ബി സെൻഡ്, ഓപ്ഷൻ സി പ്രിപ്പയർ, ഓപ്ഷൻ ഡി പേസ്റ്റ്. ഓപ്ഷൻ എ ആണ് ആൻസർ സേവ്. അടുത്ത ക്വസ്റ്റ്യൻ, which command is used to store the duplicate of the active document permanently. അതായത് ഈ സജീവ ഡോക്യുമെന്റ് തനിപ്പകർപ്പ് ശാശ്വതമായിട്ട് സംഭരിക്കുന്നതിന് ഏത് കമാൻഡ് ഉപയോഗിക്കുന്നു? ഓപ്ഷൻ എ സേവ്, ഓപ്ഷൻ ബി സെൻഡ്, ഓപ്ഷൻ സി സേവ് ആസ്, ഓപ്ഷൻ ഡി റീനെയിം.
ഓപ്ഷൻ സി ആണ് ആൻസർ save as. അടുത്ത ക്വസ്റ്റ്യൻ, which command is used to view an existing word document? അതായത് നിലവിൽ ഉള്ള ഒരു വേർഡ് ഡോക്യുമെന്റ് കാണാൻ ഉപയോഗിക്കുന്ന കമാൻഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ന്യൂ, ഓപ്ഷൻ ബി ഓപ്പൺ, ഓപ്ഷൻ സി പബ്ലിഷ്, ഓപ്ഷൻ ഡി പ്രിപ്പയർ. ഓപ്ഷൻ എ ബി ആണ് ആൻസർ ഓപ്പൺ. അടുത്ത ക്വസ്റ്റ്യൻ, which command is used to make a hard copy of a വേർഡ് ഡോക്യുമെന്റ്? അതായത് ഈ ഒരു വേർഡ് ഡോക്യുമെന്റ് ഹാർഡ് കോപ്പി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കമാൻഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പ്രിന്റ്, ഓപ്ഷൻ ബി പബ്ലിഷ്, ഓപ്ഷൻ സി കൺവേർട്ട്, ഓപ്ഷൻ ഡി പ്രിപ്പയർ. ഓപ്ഷൻ എ ആണ് ആൻസർ പ്രിന്റ്. അടുത്ത ക്വസ്റ്റ്യൻ, which command is used to come out of current word document? ഓപ്ഷൻ എക്സിറ്റ്, ഓപ്ഷൻ ബി സേവ്, ഓപ്ഷൻ സി ക്ലോസ്, ഓപ്ഷൻ ഡി save as. അതായത് ഈ നിലവിലെ വേർഡ് ഡോക്യുമെന്റിൽ പുറത്തു വരാൻ ഉപയോഗിക്കുന്ന കമാൻഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ ക്ലോസ്. അടുത്ത ക്വസ്റ്റ്യൻ, in MS Word which tab is next to the home tab? അതായത് MS Word ഹോം ടാബിന് അടുത്തുള്ള ടാബ് ഏതാണ്? ഓപ്ഷൻ എ വ്യൂ, ഓപ്ഷൻ ബി ഇൻസേർട്ട്, ഓപ്ഷൻ സി റിവ്യൂ, ഓപ്ഷൻ ഡി മെയിലിംഗ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ഇൻസേർട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, in MS Word which group is used to insert a picture/clip art? അതായത് MS Word ഒരു ചിത്രം /clip art ചേർക്കാൻ ഏത് ഗ്രൂപ്പാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ ടേബിൾ, ഓപ്ഷൻ ബി മാർജ്, ഓപ്ഷൻ സി പേജസ്, ഓപ്ഷൻ ഡി ഇലിസ്ട്രേഷൻസ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ഇലിസ്ട്രേഷൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, which is used to insert arrows and flowchart symbol in MS Word? അതായത് MS Word അമ്പടയാളങ്ങളും ഫ്ലോ ചാർട്ടുകളും ചിഹ്നങ്ങളും ചേർക്കാൻ ഉപയോഗിക്കുന്ന എന്താണ്? ഓപ്ഷൻ എ ഇൻസേർട്ട് ടേബിൾ, ഓപ്ഷൻ ബി ഇൻസേർട്ട് ക്ലിപ്പ് ആർട്ട്, ഓപ്ഷൻ സി ഇൻസേർട്ട് ഷേപ്സ്, ഓപ്ഷൻ ഡി ഇൻസേർട്ട് സിംബൽ. ഓപ്ഷൻ സി ആണ് ആൻസർ ഇൻസേർട്ട് ഷേപ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, the best way to present data in an easy understandable manner in MS Word is? അതായത് MS Word എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന രീതിയിൽ ഡേറ്റ അവതരിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ടെക്സ്റ്റ്, ഓപ്ഷൻ ബി ടേബിൾ, ഓപ്ഷൻ സി ചാർട്ട്, ഓപ്ഷൻ ഡി നമ്പേഴ്സ്. ഓപ്ഷൻ സി ആണ് ആൻസർ ചാർട്ട്സ്. അടുത്ത ക്വസ്റ്റ്യൻ, which feature is used to modify the shape of the text in MS Word? MS Word ടെക്സ്റ്റിന്റെ ആകൃതി പരിഷ്കരിക്കാൻ ഉപയോഗിക്കുന്ന ഫീച്ചർ ഏതാണ്? ഓപ്ഷൻ എ ക്ലിപ്പ് ആർട്ട്, ഓപ്ഷൻ ബി വേർഡ് ആർട്ട്, ഓപ്ഷൻ സി ഗ്രാഫിക്സ്, ഓപ്ഷൻ ഡി ഹൈപ്പർ ലിങ്ക്. ഓപ്ഷൻ ബി ആണ് ആൻസർ വേർഡ് ആർട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, name the floating textbook that highlights a quote from the word document. അതായത് വേർഡ് ഡോക്യുമെന്റിൽ നിന്നുള്ള ഒരു ഉദ്ധരണി ഹൈലൈറ്റ് ചെയ്യുന്നതിനുള്ള ഫ്ലോട്ടിംഗ് ടെക്സ്റ്റ് ബോക്സിന് പേര് നൽകുക. ഓപ്ഷൻ എ സ്ലൈഡ് ബാർ, ഓപ്ഷൻ ബി എ പുൾ കോട്ട്, ഓപ്ഷൻ സി ഡിസ്പ്ലേ ബോക്സ്, ഓപ്ഷൻ ഡി ടെക്സ്റ്റ് ബോക്സ് ഇൻ വേർഡ്. ഓപ്ഷൻ ബി ആണ് ആൻസർ എ പുൾ കോട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, which button will break the word document into columns? അതായത് ഏത് ബട്ടൺ ആണ് വേർഡ് ഡോക്യുമെന്റിനെ കോളങ്ങളായിട്ട് തകർക്കുന്നത്? ഓപ്ഷൻ എ ഡിസൈൻ, ഓപ്ഷൻ ബി സ്പ്ലിറ്റ് അപ്പ്, ഓപ്ഷൻ സി കോളം, ഓപ്ഷൻ ഡി പേജ് ബ്രേക്ക്. ഓപ്ഷൻ സി ആണ് ആൻസർ കോളം. അടുത്ത ക്വസ്റ്റ്യൻ, which is used to insert mathematical equation in word document? അതായത് ഈ വേർഡ് ഡോക്യുമെന്റിൽ ഗണിത സമവാക്യങ്ങൾ ചേർക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ ഇൻസേർട്ട് സിമ്പിൾ, ഓപ്ഷൻ ബി ഇൻസേർട്ട് ഇക്വേഷൻ, ഓപ്ഷൻ സി ഇൻസേർട്ട് സിഗ്നേച്ചർ ലൈൻ, ഓപ്ഷൻ ഡി ഇൻസേർട്ട് മാത്ത് ഇക്വേഷൻ. ഓപ്ഷൻ ബി ആണ് ആൻസർ ഇൻസേർട്ട് ഇക്വേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, which is a special type of file that can be used as a basis for producing similar files in MS Word? അതായത് ഈ MS Word സമാനമായ ഫയലുകൾ നിർമ്മിക്കുന്നതിനുള്ള അടിസ്ഥാനമായി ഉപയോഗിക്കാവുന്ന ഒരു പ്രത്യേകതരം ഫയൽ ഏതാണ്? ഓപ്ഷൻ എ മെമ്മോ, ഓപ്ഷൻ ബി വിസാർഡ്, ഓപ്ഷൻ സി ടെംപ്ലേറ്റ്, ഓപ്ഷൻ ഡി സ്പെഷ്യൽ ഡോക്യുമെന്റ്. ഓപ്ഷൻ സി ആണ് ആൻസർ ടെംപ്ലേറ്റ്. ബൈ ഡിഫോൾട്ട് MS Word യൂസസ് ഡാഷ് ടെംപ്ലേറ്റ്. അതായത് സ്ഥിരസ്ഥിതിയായി MS Word ഡാഷ് ടെംപ്ലേറ്റ് ഉപയോഗിക്കുന്നു. ഓപ്ഷൻ എ നോർമൽ, ഓപ്ഷൻ ബി എലിഗന്റ്, ഓപ്ഷൻ സി പ്രൊഫഷണൽ, ഓപ്ഷൻ ഡി കണ്ടംപററി. ഓപ്ഷൻ എ ആണ് ആൻസർ നോർമൽ. അടുത്ത ക്വസ്റ്റ്യൻ, ടെംപ്ലേറ്റ്സ് കണ്ടെയ്ൻസ് ദ ഡാഷ് ഇൻഫർമേഷൻ. ടെംപ്ലേറ്റ്സുകളിൽ ഡാഷ് വിവരങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഓപ്ഷൻ എ ലേഔട്ട്, ഓപ്ഷൻ ബി ഡിസൈൻ, ഓപ്ഷൻ സി നോർമൽ, ഓപ്ഷൻ ഡി ഷോർട്ട് കട്ട്. ഓപ്ഷൻ എ ആണ് ആൻസർ ലേഔട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ എക്സ്റ്റൻഷൻ ഫോർ ടെംപ്ലേറ്റ്? അതായത് ടെംപ്ലേറ്റിന്റെ വിപുലീകരണം എന്താണ്? ഓപ്ഷൻ എ TMP, ഓപ്ഷൻ ബി ഡോട്ട്, ഓപ്ഷൻ സി EXE, ഓപ്ഷൻ ഡി BAT. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് ആൻസർ DOT. അടുത്ത ക്വസ്റ്റ്യൻ,
Name the utility needed to send and receive fax messages in MS Word. അതായത് MS Word ഫാക്സ് സന്ദേശങ്ങൾ അയക്കുന്നതിനും സ്വീകരിക്കുന്നതിനും ആവശ്യമായ യൂട്ടിലിറ്റിക്ക് പേര് നൽകുക. ഓപ്ഷൻ എ വിൻഡോസ് ഫാക്സ് ആൻഡ് സ്കാൻ, ഓപ്ഷൻ ബി മൈക്രോസോഫ്റ്റ് ഫാക്സ് ആൻഡ് സ്കാൻ, ഓപ്ഷൻ സി മൈക്രോസോഫ്റ്റ് എക്സ്ചേഞ്ച്, ഓപ്ഷൻ ഡി വിൻഡോസ് എക്സ്ചേഞ്ച്. ഓപ്ഷൻ എ ആണ് ആൻസർ, വിൻഡോസ് ഫാക്സ് ആൻഡ് സ്കാൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഡു യു ആക്സസ് പ്രീ ഡിഫൈൻഡ് ടെംപ്ലേറ്റ്സ് ഇൻ MS Word? അതായത് ഈ MS Word നിങ്ങൾക്ക് എങ്ങനെയാണ് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ടെംപ്ലേറ്റുകൾ ആക്സസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ ഫോർമാറ്റ് ഫയൽ, ഓപ്ഷൻ ബി ഫോർമാറ്റ് ടെംപ്ലേറ്റ്, ഓപ്ഷൻ സി ഫോർമാറ്റ് സ്റ്റൈൽ സാമ്പിൾ, ഓപ്ഷൻ ഡി ഹോം സ്റ്റൈല്, ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഹോം സ്റ്റൈല്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹെൽപ്സ് ടു ആക്സസ് ഫയൽ ഫ്രം അതർ കമ്പ്യൂട്ടർ സിസ്റ്റം? അതായത് ഈ മറ്റ് കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളിൽ നിന്ന് ഫയലുകൾ ആക്സസ് ചെയ്യാൻ ഇനി പറയുന്നവയിൽ ഏതാണ് സഹായിക്കുന്നത് എന്നാണ് ചോദിച്ചിരുന്നത്. ഓപ്ഷൻ എ നോഡ്, ഓപ്ഷൻ ബി മൊബൈൽ, ഓപ്ഷൻ സി നെറ്റ്വർക്ക്, ഓപ്ഷൻ ഡി ടെർമിനൽ, ഓപ്ഷൻ സി ആണ് ആൻസർ, നെറ്റ്വർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ടാബ് മെയിൽ മെർജ് അപ്പിയർ? അതായത് ഏത് ടാബിലാണ് മെയിൽ മെർജ് ദൃശ്യമാവുന്നത്? ഓപ്ഷൻ എ ഹോം, ഓപ്ഷൻ ബി മെയിലിംഗ്സ്, ഓപ്ഷൻ സി റെഫറൻസസ്, ഓപ്ഷൻ ഡി പേജ് ലേഔട്ട്, ഓപ്ഷൻ ബി ആണ് ആൻസർ, മെയിലിംഗ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ മെയിൽ മെർജ് പ്രോസസ്? അതായത് മെയിൽ മെർജ് പ്രക്രിയയുടെ ആദ്യ ഘട്ടം എന്താണ്? ഓപ്ഷൻ എ ലേബൽസ്, ഓപ്ഷൻ ബി എൻവലപ്സ്, ഓപ്ഷൻ സി സ്റ്റാർട്ട് മെയിൽ മെർജ്, ഓപ്ഷൻ ഡി സെലക്ട് റെസിപ്പിയൻസ്, ഓപ്ഷൻ സി ആണ് ആൻസർ, സ്റ്റാർട്ട് മെയിൽ മെർജ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഡു യു സെലക്ട് റെസിപ്പിയൻസ് ഫ്രം ദ എക്സിസ്റ്റിംഗ് ഡേറ്റ? അതായത് ഈ നിലവിലുള്ള ഡേറ്റയിൽ നിന്ന് നിങ്ങൾ എങ്ങനെയാണ് സ്വീകർത്താക്കളെ തിരഞ്ഞെടുക്കുന്നത്? ഓപ്ഷൻ ഇൻസേർട്ട് എൻവലപ്പ് ലിസ്റ്റ്, ഓപ്ഷൻ ബി മെയിലിംഗ് സ്റ്റാർട്ട് മെയിൽ മെർജ്, ഓപ്ഷൻ സി റെഫറൻസസ് ഇൻസേർട്ട് മെർജ് ഫീൽഡ്, ഓപ്ഷൻ ഡി മെയിലിംഗ് സെലക്ട് റെസിപ്പിയൻസ് യൂസ് എക്സിസ്റ്റിംഗ് ലിസ്റ്റ്, ഓപ്ഷൻ ഡി ആണ് ആൻസർ, മെയിലിംഗ്സ് സെലക്ട് റെസിപ്പിയൻസ് യൂസ് എക്സിസ്റ്റിംഗ് ലിസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഡു യു വ്യൂ ദ മെർജ് ഡോക്യുമെന്റ് ഇൻ MS Word? അതായത് ഈ MS Word ലയിപ്പിച്ച പ്രമാണം നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഓപ്ഷൻ എ മെയിലിംഗ്സ് വ്യൂ, ഓപ്ഷൻ ബി മെയിലിംഗ്സ് ഡാറ്റ സോഴ്സ്, ഓപ്ഷൻ സി മെയിലിംഗ്സ് പ്രിവ്യൂസ് റിസൾട്ട്, ഓപ്ഷൻ ഡി മെയിലിംഗ്സ് ഫൈൻഡ് റെസിപ്പിയൻസ്, ഓപ്ഷൻ സി ആണ് ആൻസർ, മെയിലിംഗ്സ് പ്രിവ്യൂ റിസൾട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ബൈ വിച്ച് ഓപ്ഷൻ ദ യൂസർ ക്യാൻ പ്ലേസ് ദ റിക്വയർഡ് ഫീൽഡ്സ് ഇൻ ദ മെയിൽ ഡോക്യുമെന്റ്? അതായത് ഈ ഏത് ഓപ്ഷനിലൂടെയാണ് ഉപയോക്താവിന് പ്രധാന പ്രമാണത്തിന്റെ ആവശ്യമായ ഫീൽഡുകൾ സ്ഥാപിക്കാൻ കഴിയുക? ഓപ്ഷൻ എ മെയിലിംഗ്സ് ഇൻസേർട്ട്, ഓപ്ഷൻ ബി മെയിലിംഗ്സ് ഡാറ്റ സോഴ്സ്, ഓപ്ഷൻ സി മെയിലിംഗ്സ് അഡ്രസ് ബ്ലോക്ക്, ഓപ്ഷൻ ഡി മെയിലിംഗ്സ് ഇൻസേർട്ട് മെർജ് ഫീൽഡ്, ഓപ്ഷൻ ഡി ആണ് ആൻസർ, മെയിലിംഗ് ഇൻസേർട്ട് മെർജ് ഫീൽഡ്. അടുത്ത ക്വസ്റ്റ്യൻ, which tool combines a document file to a variety of envelopes in MS Word? അതായത് ഒരു ഡോക്യുമെന്റിലെ MS Wordലെ വിവിധ എൻവലപ്പുകളിലേക്ക് സംയോജിപ്പിക്കുന്ന ടൂൾ ഏതാണെന്നാണ് ചോദിച്ചിരുന്നത്. ഓപ്ഷൻ ഇൻസേർട്ട്, ഓപ്ഷൻ ബി മെയിൽ മെർജ്, ഓപ്ഷൻ സി റെഫറൻസസ്, ഓപ്ഷൻ ഡി ഓട്ടോ ഫോർമാറ്റ്, ഓപ്ഷൻ ബി ആണ് ആൻസർ, മെയിൽ മെർജ്. അടുത്ത ക്വസ്റ്റ്യൻ, the list of names and address that can come from Word table/Excel spreadsheet access database plain text file is called as a dash. അതായത് ഈ വേർഡ് ടേബിൾ, എക്സൽ സ്പ്രെഡ്ഷീറ്റ്, ആക്സസ് ഡാറ്റാബേസ്, പ്ലെയിൻ ടെക്സ്റ്റ് ഫയലിൽ നിന്ന് വരാവുന്ന പേരുകളുടെയും വിലാസങ്ങളുടെയും ലിസ്റ്റിനെ എങ്ങനെ വിളിക്കുന്നു? ഓപ്ഷൻ എ അഡ്രസ് ഫയൽ, ഓപ്ഷൻ ബി ഡാറ്റ സോഴ്സ്, ഓപ്ഷൻ സി മെർജ്ഡ് ഡാറ്റ, ഓപ്ഷൻ ഡി മെർജ്ഡ് ഡോക്യുമെന്റ്, ഓപ്ഷൻ ബി ആണ് ആൻസർ, ഡാറ്റ സോഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, the main letter that can be used for mail merge is? അതായത് ഈ മെയിൽ മെർജിന് ഉപയോഗിക്കുന്ന പ്രധാന കത്ത് ഡാഷ് ആണ്. ഓപ്ഷൻ എ മെർജ് ഫീൽഡ്, ഓപ്ഷൻ ബി മെർജ് ഡോക്യുമെന്റ്, ഓപ്ഷൻ സി സോഴ്സ് ഡോക്യുമെന്റ്, ഓപ്ഷൻ ഡി മെർജ് ഡോക്യുമെന്റ്, ഓപ്ഷൻ സി ആണ് ആൻസർ, സോഴ്സ് ഡോക്യുമെന്റ്. അടുത്ത ക്വസ്റ്റ്യൻ, the printing document that does not have field names and it has ഡാറ്റ ഈസ് കോൾഡ് ആസ്? അതായത് ഈ ഫീൽഡ് നാമങ്ങൾ ഇല്ലാത്തതും ഡാറ്റ ഉള്ളതുമായ പ്രിന്റിംഗ് ഡോക്യുമെന്റിനെ ഇങ്ങനെ വിളിക്കുന്നു. ഓപ്ഷൻ എ ഡാറ്റ സോഴ്സ്, ഓപ്ഷൻ ബി മെയിൻ ഡോക്യുമെന്റ്, ഓപ്ഷൻ സി അഡ്രസ് ബുക്ക്, ഓപ്ഷൻ ഡി മെർജ്ഡ് ഡോക്യുമെന്റ്, ഓപ്ഷൻ ഡി ആണ് ആൻസർ, മെർജ്ഡ് ഡോക്യുമെന്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് എ ക്വിക്ക് ആൻഡ് ഈസി വേ ടു ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് ദ
an entire document on page in MS Word. അതായത് ഈ MS Wordലെ പേജിലെ മുഴുവൻ ഡോക്യുമെന്റിനെയും ദിശ മാറ്റുന്നതിനുള്ള വേഗതയേറിയതും എളുപ്പമുള്ളതുമായ മാർഗം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ എഫക്റ്റ്, ഓപ്ഷൻ ബി തീംസ്, ഓപ്ഷൻ സി കസ്റ്റമൈസ്, ഓപ്ഷൻ ഡി ഓറിയന്റേഷൻ. ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഓറിയന്റേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ വേർഡ് ഡോക്യുമെന്റ് ദ ടെക്സ്റ്റ് ബിഹൈൻഡ് ദ കണ്ടന്റ് ഓഫ് ദ പേജീസ്. അതായത് ഈ വേർഡ് ഡോക്യുമെന്റ് പേജിന്റെ ഉള്ളടക്കത്തിന് പിന്നിലെ വാചകം. ഓപ്ഷൻ എ ബിഹൈൻഡ് ടെക്സ്റ്റ്, ഓപ്ഷൻ ബി വാട്ടർമാർക്ക്, ഓപ്ഷൻ സി പാരഗ്രാഫ് ടെക്സ്റ്റ്, ഓപ്ഷൻ ഡി ബാക്ക്ഗ്രൗണ്ട് ടെക്സ്റ്റ്. ഓപ്ഷൻ ബി ആണ് ആൻസർ, വാട്ടർമാർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ ഡു യു ഇൻസേർട്ട് എ ഗോസ്റ്റഡ് ടെക്സ്റ്റ് ബിഹൈൻഡ് ദ കണ്ടന്റ് ഓഫ് ദ പേജ് ഇൻ വേർഡ് ഡോക്യുമെന്റ്? അതായത് ഈ വേർഡ് ഡോക്യുമെന്റിലെ പേജിന്റെ ഉള്ളടക്കത്തിന് പിന്നിൽ നിങ്ങൾ എങ്ങനെയാണ് ഒരു ഗോസ്റ്റഡ് വാചകം ചേർക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ബിഹൈൻഡ് ടെക്സ്റ്റ്, ഓപ്ഷൻ ബി വാട്ടർമാർക്ക്, ഓപ്ഷൻ സി ഗോസ്റ്റഡ് ടെക്സ്റ്റ്, ഓപ്ഷൻ ഡി ബാക്ക്ഗ്രൗണ്ട് ടെക്സ്റ്റ്. ഓപ്ഷൻ ഡി ബി ആണ് ആൻസർ, വാട്ടർമാർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ MS Word ഹൗ ഡു യു ചൂസ് ദ കളർ ഓഫ് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ പേജ്? അതായത് ഈ MS Word നിങ്ങൾ എങ്ങനെയാണ് പേജിന്റെ പശ്ചാത്തലത്തിന്റെ നിറം തിരഞ്ഞെടുക്കുന്നത്? ഓപ്ഷൻ എ ഫയൽ കളർ, ഓപ്ഷൻ ബി ഫിൽ എഫക്ട്, ഓപ്ഷൻ സി ഫിൽ പാറ്റേൺ, ഓപ്ഷൻ ഡി പേജ് കളർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ, പേജ് കളർ. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് യൂസ്ഡ് ടു ഇൻസേർട്ട് ഔട്ട്ലൈൻ ഫോർ എ പേജ്? അതായത് ഒരു പേജിന്റെ ഔട്ട്ലൈൻ ചേർക്കാൻ ഉപയോഗിക്കുന്നത് ഏതാണ്? ഓപ്ഷൻ എ സ്റ്റൈൽ, ഓപ്ഷൻ ബി ബോർഡർ, ഓപ്ഷൻ സി പാറ്റേൺ, ഓപ്ഷൻ ഡി പേജ് ബോർഡർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ, പേജ് ബോർഡർ. വിച്ച് ഓപ്ഷൻ ചേഞ്ച് ദ ടെക്സ്റ്റ് റാപ്സ് അറൗണ്ട് ദ പിക്ചർ? അതായത് ഈ ഏത് ഓപ്ഷനാണ് ചിത്രത്തിന് ചുറ്റുമുള്ള ടെക്സ്റ്റിന്റെ റാപ്പുകൾ മാറ്റുക? ഓപ്ഷൻ എ ടെക്സ്റ്റ് റാപ്പിംഗ്, ഓപ്ഷൻ ബി ഇമേജ് റാപ്പിംഗ്, ഓപ്ഷൻ സി പിക്ചർ റാപ്പിംഗ്, ഓപ്ഷൻ ഡി ഗ്രാഫിക് റാപ്പിംഗ്. ഓപ്ഷൻ എ ആണ് ആൻസർ, ടെക്സ്റ്റ് റാപ്പിംഗ്. Name the technique to justify the text around the picture. അതായത് ചിത്രത്തിന് ചുറ്റുമുള്ള വാചകത്തെ ന്യായീകരിക്കുന്നതിനുള്ള സാങ്കേതികതയ്ക്കുള്ള പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പൊസിഷൻ, ഓപ്ഷൻ ബി സ്ക്വയർ, ഓപ്ഷൻ സി ടൈറ്റ്, ഓപ്ഷൻ ഡി ത്രൂ. ഓപ്ഷൻ ബി ആണ് ആൻസർ, സ്ക്വയർ. അടുത്ത ക്വസ്റ്റ്യൻ. ഫുട്നോട്ട് ആൻഡ് എൻഡ് നോട്ട് ഈസ് ടു പ്രൊവൈഡ്. ഫുട്നോട്ട് ആൻഡ് എൻഡ് നോട്ട് ഡാഷ് നൽകാനാണ്. ഓപ്ഷൻ എ ക്യാപ്ഷൻ, ഓപ്ഷൻ ബി ഹെഡിങ്, ഓപ്ഷൻ സി ഇക്വേഷൻ, ഓപ്ഷൻ ഡി കമന്റ്സ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ, കമന്റ്സ്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ടാബ് ഈസ് യൂസ്ഡ് ഫോർ പ്രൂഫിംഗ് ദ ഡോക്യുമെന്റ്? അതായത് പ്രമാണം തെളിയിക്കാൻ ഏത് ടാബ് ആണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ വ്യൂ ടാബ്, ഓപ്ഷൻ ബി റെഫറൻസ്, ഓപ്ഷൻ സി റിവ്യൂ ടാബ്, ഓപ്ഷൻ ഡി പേജ് ലേഔട്ട്. ഓപ്ഷൻ സി ആണ് ആൻസർ, റിവ്യൂ ടാബ്. ഇൻ MS Word ക്യാപ്ഷൻ ഈസ് യൂസ്ഡ് ടു. അതായത് ഇൻ MS Word അടിക്കുറിപ്പ് ഉപയോഗിക്കുന്നു. ഓപ്ഷൻ എ വ്യൂ ദ ലേബൽ, ഓപ്ഷൻ ബി ഇൻസേർട്ട് എൻഡ് നോട്ട്, ഓപ്ഷൻ സി ഡിലീറ്റ് കമന്റ്സ്, ഓപ്ഷൻ ഡി ഇൻസേർട്ട് ദ ലേബൽഡ് ഇൻഫർമേഷൻ. ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഇൻസേർട്ട് ദ ലേബൽഡ് ഇൻഫർമേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് വ്യൂ ഹെൽപ്സ് ടു വ്യൂ ദ ഡോക്യുമെന്റ് വിച്ച് ലുക്സ് ആസ് ഇൻ വെബ്സൈറ്റ്? അതായത് വെബ്സൈറ്റിൽ കാണുന്ന പോലെയുള്ള ഡോക്യുമെന്റ് കാണാൻ സഹായിക്കുന്ന കാഴ്ച ഏതാണ്? ഓപ്ഷൻ എ റിവ്യൂ, ഓപ്ഷൻ ബി വെബ് വ്യൂ, ഓപ്ഷൻ സി പ്രിന്റ് വ്യൂ, ഓപ്ഷൻ ഡി വെബ് ലേഔട്ട്. ഓപ്ഷൻ ഡി ആണ് ആൻസർ, വെബ് ലേഔട്ട്. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ MS Word on which tab the different document view appears? ഓപ്ഷൻ എ വ്യൂ, ഓപ്ഷൻ ബി ലേഔട്ട്, ഓപ്ഷൻ സി റിവ്യൂ, ഓപ്ഷൻ ഡി റെഫറൻസ്. ഓപ്ഷൻ എ ആണ് ആൻസർ, വ്യൂ. അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ ഡു യു വ്യൂ മൾട്ടിപ്പിൾ ഡോക്യുമെന്റ് അറ്റ് എ ടൈം? അതായത് ഈ ഒരേ സമയം ഒന്നിലധികം പ്രമാണങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഓപ്ഷൻ എ സൂം സെക്ഷൻ, ഓപ്ഷൻ ബി സ്വിച്ച് വിൻഡോ, ഓപ്ഷൻ സി വിൻഡോ സെക്ഷൻ, ഓപ്ഷൻ ഡി ഷോ/ഹൈഡ് സെക്ഷൻ. ഓപ്ഷൻ ബി ആണ് ആൻസർ, സ്വിച്ച് വിൻഡോ. അടുത്ത ക്വസ്റ്റ്യൻ. By which option the user can compare two or more documents simultaneously? അതായത് ഏത് ഓപ്ഷനിലൂടെയാണ് ഉപയോക്താവിന് ഒരേ സമയം രണ്ടോ അതിലധികമോ പ്രമാണങ്ങൾ താരതമ്യം ചെയ്യാം? ഓപ്ഷൻ എ അറേഞ്ച് ഓൾ, ഓപ്ഷൻ ബി വ്യൂ സൈഡ് ബൈ സൈഡ്, ഓപ്ഷൻ സ്വിച്ച് വിൻഡോസ്, ഓപ്ഷൻ ഡി സ്പ്ലിറ്റ്. ഓപ്ഷൻ ഡി ബി ആണ് ആൻസർ, വ്യൂ സൈഡ് ബൈ സൈഡ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ MS Word വ്യൂ സൈഡ് ബൈ സൈഡ് ഓപ്ഷൻ ഓഫ് വിൻഡോ ഗ്രൂപ്പ് ഈസ് യൂസ്ഡ് ടു ഡാഷ്. അതായത് MS Word വിൻഡോ ഗ്രൂപ്പിന്റെ സൈഡ് ബൈ സൈഡ് ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ഓപ്ഷൻ എ ക്വിക്ക് വ്യൂ, ഓപ്ഷൻ ബി ഷെയർ ദ സ്ക്രീൻ, ഓപ്ഷൻ സി അറേഞ്ച് ദ ഡോക്യുമെന്റ്സ്, ഓപ്ഷൻ ഡി കമ്പയർ ദ ഡോക്യുമെന്റ്സ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ, കമ്പയർ ദ ഡോക്യുമെന്റ്സ്. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഷോർട്ട് കട്ട് കീ ടു ആഡ് ഓർ റിമൂവ് 6 feet ഓഫ് സ്പേസിംഗ് ബിഫോർ എ പാരഗ്രാഫ്? അതായത് ഒരു ഖണ്ഡികയ്ക്ക് 6 feet സ്പേസിംഗ് ചേർക്കുന്നതിനോ നീക്കം ചെയ്യുന്നതിനുള്ള കുറുക്കു വഴി കീ എന്താണ്? ഓപ്ഷൻ എ Ctrl+6, ഓപ്ഷൻ ബി Ctrl+0, ഓപ്ഷൻ സി Ctrl+0, ഓപ്ഷൻ ഡി Ctrl+D. ഓപ്ഷൻ എ ആണ് ആൻസർ, Ctrl+6. അടുത്ത ക്വസ്റ്റ്യൻ.
which shortcut key is used to select all content of the page? Option A control plus L, option B control plus B, option C control plus E, option D control plus A. Option D ആണ് answer control plus A. Name the shortcut key to bold the highlighted selection. അതായത് ഈ ഹൈലൈറ്റ് ചെയ്ത തെരഞ്ഞെടുപ്പ് ബോൾഡ് ചെയ്യാൻ വേണ്ടിയുള്ള കുറുക്കുവഴി കീക്ക് പേര് ഓപ്ഷൻ എ കൺട്രോൾ പ്ലസ് ജെ, ഓപ്ഷൻ ബി കൺട്രോൾ പ്ലസ് എ, ഓപ്ഷൻ സി കൺട്രോൾ പ്ലസ് ബി, ഓപ്ഷൻ ഡി കൺട്രോൾ പ്ലസ് ഡി. ഓപ്ഷൻ സി ആണ് ആൻസർ കൺട്രോൾ പ്ലസ് ബി. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ആക്ഷൻ ഓഫ് കൺട്രോൾ പ്ലസ് ബി? കൺട്രോൾ പ്ലസ് ബിയുടെ പ്രവർത്തനം. ഓപ്ഷൻ എ ഓപ്പൺ ഫൈൻഡ് ബോക്സ്, ഓപ്ഷൻ ബി ബോർഡ് ഓഫ് ദ ടെക്സ്റ്റ്, ഓപ്ഷൻ സി ഓപ്പൺ ഡയലോഗ് ബോക്സ്, ഓപ്ഷൻ ഡി ബോൾഡ് ഹൈലൈറ്റഡ് സെലക്ഷൻ. ഓപ്ഷൻ ഡി ആണ് ആൻസർ ബോൾഡ് ഹൈലൈറ്റഡ് സെലക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, കൺട്രോൾ പ്ലസ് എ ഈസ് യൂസ്ഡ് ടു. എന്താണ്? എ കട്ട്, ബി കോപ്പി, സി ഡിലീറ്റ് ഓൾ, ഓപ്ഷൻ ഡി സെലക്ട് ഓൾ. ഓപ്ഷൻ ഡി ആണ് ആൻസർ സെലക്ട് ഓൾ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഷോർട്ട്കട്ട് ഈസ് യൂസ്ഡ് ടു കോപ്പി സെലക്ടഡ് ടെക്സ്റ്റ്? ഏത് ഷോർട്ട്കട്ട് ആണ് കോപ്പി സെലക്ടഡ് ടെക്സ്റ്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ കൺട്രോൾ പ്ലസ് സി, ഓപ്ഷൻ ബി കൺട്രോൾ പ്ലസ് എക്സ്, ഓപ്ഷൻ സി കൺട്രോൾ പ്ലസ് വൈ, ഓപ്ഷൻ ഡി കൺട്രോൾ പ്ലസ് വി. ഓപ്ഷൻ എ ആണ് ആൻസർ കൺട്രോൾ പ്ലസ് സി. വാട്ട് ഈസ് ദ ആക്ഷൻ ഓഫ് കൺട്രോൾ പ്ലസ് സി? കൺട്രോൾ പ്ലസ് സിയുടെ ആക്ഷൻ പ്രവർത്തനം എന്താണ്? ഓപ്ഷൻ എ ചേഞ്ച് ദ ഫോണ്ട്, ഓപ്ഷൻ ബി കട്ട് സെലക്ടഡ് ടെക്സ്റ്റ്, ഓപ്ഷൻ സി കോപ്പി സെലക്ടഡ് ടെക്സ്റ്റ്, ഓപ്ഷൻ ഡി ചേഞ്ച് സെലക്ടഡ് ടെക്സ്റ്റ്. ഓപ്ഷൻ സി ആണ് ആൻസർ കോപ്പി സെലക്ടഡ് ടെക്സ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ദ ഷോർട്ട്കട്ട് കീ ടു ഓപ്പൺ ദ ഫോണ്ട് പ്രിഫറൻസ് വിൻഡോ. അതായത് ഈ ഫോണ്ട് മുൻഗണന വിൻഡോ തുറക്കാനുള്ള കുറുക്കുവഴി കീയുടെ പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ കൺട്രോൾ പ്ലസ് ഡി, ഓപ്ഷൻ ബി കൺട്രോൾ പ്ലസ് എ, ഓപ്ഷൻ സി കൺട്രോൾ പ്ലസ് ഒ, ഓപ്ഷൻ ഡി കൺട്രോൾ പ്ലസ് എൻ. ഓപ്ഷൻ എ ആണ് ആൻസർ കൺട്രോൾ പ്ലസ് ഡി. വാട്ട് ഈസ് ദ ഷോർട്ട്കട്ട് കീ ടു സെന്റർ ദ ടെക്സ്റ്റ്? അതായത് ഈ ടെക്സ്റ്റ് കേന്ദ്രീകരിക്കാനുള്ള കുറുക്കുവഴി കീ എന്താണ്? ഓപ്ഷൻ എ കൺട്രോൾ പ്ലസ് സി, ഓപ്ഷൻ ബി കൺട്രോൾ പ്ലസ് ഇ, ഓപ്ഷൻ സി കൺട്രോൾ പ്ലസ് ടി, ഓപ്ഷൻ ഡി കൺട്രോൾ പ്ലസ് എഫ്. ഓപ്ഷൻ ബി ആണ് ആൻസർ കൺട്രോൾ പ്ലസ് ഇ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഷോർട്ട്കട്ട് കീ ടു ഇൻവോക്ക് ഫൈൻഡ് ഓപ്ഷൻ? ഓപ്ഷൻ എ ഓൾട്ട് പ്ലസ് എഫ്, ഓപ്ഷൻ ബി കൺട്രോൾ പ്ലസ് ഡി, ഓപ്ഷൻ സി കൺട്രോൾ പ്ലസ് ഇ, ഓപ്ഷൻ ഡി കൺട്രോൾ പ്ലസ് എഫ്. അതായത് ഫൈൻഡ് ഓപ്ഷൻ അഭ്യർത്ഥിക്കാനുള്ള കുറുക്കുവഴി കീയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ കൺട്രോൾ പ്ലസ് എഫ്. കൺട്രോൾ പ്ലസ് ഡി ഈസ് യൂസ്ഡ് ടു. ഓപ്ഷൻ എ ഡിലീറ്റ് ദ ടെക്സ്റ്റ്, ഓപ്ഷൻ ബി ഓപ്പൺ ദ ഡയലോഗ് ബോക്സ്, ഓപ്ഷൻ സി ഓപ്പൺ ന്യൂ ഡോക്യുമെന്റ്, ഓപ്ഷൻ ഡി ഓപ്പൺ ഫോണ്ട് പ്രിഫറൻസസ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ഓപ്പൺ ഫോണ്ട് പ്രിഫറൻസസ്. കൺട്രോൾ പ്ലസ് എഫ് ഈസ് യൂസ്ഡ് ടു. ഓപ്ഷൻ എ ഓപ്പൺ ഫൈൻഡ് ബോക്സ്, ഓപ്ഷൻ ബി ഓപ്പൺ ഫോണ്ട് ബോക്സ്, ഓപ്ഷൻ സി ചേഞ്ച് ദ ഫോണ്ട്, ഓപ്ഷൻ ഡി ഓപ്പൺ ഡയലോഗ് ബോക്സ്. ഓപ്ഷൻ എ ആണ് ആൻസർ ഓപ്പൺ ഫൈൻഡ് ബോക്സ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഷോർട്ട്കട്ട് കീ ടു ഇറ്റാലിസൈസ് ഹൈലൈറ്റഡ് സെലക്ഷൻ? അതായത് ഈ ഹൈലൈറ്റ് ചെയ്ത സെലക്ഷൻ ഇറ്റാലൈസ് ചെയ്യുന്നതിനുള്ള കുറുക്കുവഴി കീ. ഓപ്ഷൻ എ ഓൾട്ട് പ്ലസ് ഐ, ഓപ്ഷൻ ബി കൺട്രോൾ പ്ലസ് ഐ, ഓപ്ഷൻ സി ഓൾട്ട് പ്ലസ് എൽ, ഓപ്ഷൻ ഡി കൺട്രോൾ പ്ലസ് എൽ. ഓപ്ഷൻ ബി ആണ് ആൻസർ കൺട്രോൾ പ്ലസ് ഐ. വാട്ട് ഈസ് ദ ഷോർട്ട്കട്ട് കീ ടു ജസ്റ്റിഫൈ ദ ടെക്സ്റ്റ്? ഏതാണ്? ഓപ്ഷൻ എ കൺട്രോൾ പ്ലസ് ഐ, ഓപ്ഷൻ ബി കൺട്രോൾ പ്ലസ് ജെ, ഓപ്ഷൻ സി കൺട്രോൾ പ്ലസ് കെ, ഓപ്ഷൻ ഡി കൺട്രോൾ പ്ലസ് ഇ. ഓപ്ഷൻ ബി ആണ് ആൻസർ കൺട്രോൾ പ്ലസ് ജെ. അടുത്ത ക്വസ്റ്റ്യൻ, കൺട്രോൾ പ്ലസ് ജെ ഈസ് യൂസ്ഡ് ടു. ഓപ്ഷൻ എ ലെഫ്റ്റ് അലൈൻ, ഓപ്ഷൻ ബി റൈറ്റ് അലൈൻ, ഓപ്ഷൻ സി ജസ്റ്റിഫൈ ദ ടെക്സ്റ്റ്, ഓപ്ഷൻ ഡി സെന്റർ ദ ടെക്സ്റ്റ്. ഓപ്ഷൻ സി ആണ് ആൻസർ ജസ്റ്റിഫൈ ദ ടെക്സ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഡു യു കട്ട് ദ സെലക്ടഡ് ടെക്സ്റ്റ്? അതായത് ഈ തെരഞ്ഞെടുത്ത വാചകം എങ്ങനെ കട്ട് ചെയ്യും? ഓപ്ഷൻ എ കൺട്രോൾ പ്ലസ് എക്സ്, ഓപ്ഷൻ ബി കൺട്രോൾ പ്ലസ് ടി, ഓപ്ഷൻ സി കൺട്രോൾ പ്ലസ് സി, ഓപ്ഷൻ ഡി കൺട്രോൾ പ്ലസ് വൈ. ഓപ്ഷൻ എ ആണ് ആൻസർ കൺട്രോൾ പ്ലസ് എക്സ്. കൺട്രോൾ പ്ലസ് ആർ ഈസ് യൂസ്ഡ് ടു. ഓപ്ഷൻ എ റിഡോ ദ ആക്ഷൻ, ഓപ്ഷൻ ബി റൈറ്റ് അലൈൻ ദ ടെക്സ്റ്റ്, ഓപ്ഷൻ സി റിപ്പീറ്റ് ദ ലാസ്റ്റ് ആക്ഷൻ, ഓപ്ഷൻ ഡി റീസെറ്റ് ദ ഹൈലൈറ്റഡ് ടെക്സ്റ്റ്. ഓപ്ഷൻ ബി ആണ് ആൻസർ റൈറ്റ് അലൈൻ ദ ടെക്സ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ആക്ഷൻ ഓഫ് കൺട്രോൾ പ്ലസ് കെ? കൺട്രോൾ പ്ലസ് കെയുടെ പ്രവർത്തനം എന്താണ്? ഓപ്ഷൻ എ ഇൻസേർട്ട് ലിങ്ക്, ഓപ്ഷൻ ബി ഇൻസേർട്ട് വേർഡ്, ഓപ്ഷൻ സി ഇൻസേർട്ട് ഫോർമുല, ഓപ്ഷൻ ഡി ഇൻസേർട്ട് കറന്റ് ഡേറ്റ്. ഓപ്ഷൻ എ ആണ് ആൻസർ ഇൻസേർട്ട് ലിങ്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻസേർട്ട് ലിങ്ക് ഈസ് പെർഫോംഡ് ബൈ പ്രസിംഗ് ദ കീസ്. ഓപ്ഷൻ എ കൺട്രോൾ പ്ലസ് ഐ, ഓപ്ഷൻ ബി കൺട്രോൾ പ്ലസ് കെ, ഓപ്ഷൻ സി കൺട്രോൾ പ്ലസ് ആർ, ഓപ്ഷൻ ഡി കൺട്രോൾ പ്ലസ് എൽ. അതായത് ഏത് കീകൾ അമർത്തിയാണ് ഇൻസേർട്ട് ലിങ്ക് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ കൺട്രോൾ പ്ലസ് കെ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ആക്ഷൻ ഓഫ് കൺട്രോൾ പ്ലസ് എം ഈസ് പ്രസ്ഡ്? എന്താണ് കൺട്രോൾ പ്ലസ് എം ഈസ് പ്രസ് ചെയ്യുമ്പോൾ പ്രവർത്തനം ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ മൂവ് ദ പാരഗ്രാഫ്, ഓപ്ഷൻ ബി ഇൻഡന്റ് ദ പാരഗ്രാഫ്, ഓപ്ഷൻ സി ഇൻഡന്റ് ദ ഡോക്യുമെന്റ്, ഓപ്ഷൻ ഡി ക്രിയേറ്റ് ഹാങ്ങിങ് ഇൻഡന്റ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ഇൻഡന്റ് ദ പാരഗ്രാഫ്. അടുത്ത ക്വസ്റ്റ്യൻ,
What is the shortcut key to indent the paragraph? Option A control plus I, option B control plus P, option C control plus M, option D control plus U. Option C and answer control plus M. Other question. What shortcut key is used to underline the selected text? Option A control plus I, option B control plus L, option C control plus U, option D control plus B. Option C and answer control plus U. Other question. Which shortcut key is used to right align the text? അതായത് ഈ ടെക്സ്റ്റ് വലത് വിന്യസിക്കാൻ ഏത് കുറുക്കുവഴി കീ ആണ് ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ കൺട്രോൾ പ്ലസ് ജെ, ഓപ്ഷൻ ബി കൺട്രോൾ പ്ലസ് ടി, ഓപ്ഷൻ സി കൺട്രോൾ പ്ലസ് എ, ഓപ്ഷൻ ഡി കൺട്രോൾ പ്ലസ് ആർ, ഓപ്ഷൻ ഡി ആണ് ആൻസർ കൺട്രോൾ പ്ലസ് ആർ. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഷോർട്ട്കട്ട് കീ ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് എ ന്യൂ വേർഡ് ഡോക്യുമെന്റ്? അതായത് ഒരു പുതിയ വേർഡ് ഡോക്യുമെന്റ് സൃഷ്ടിക്കാൻ ഏത് കുറുക്കുവഴി കീയാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ ഓൾട്ട് പ്ലസ് എൻ, ഓപ്ഷൻ ബി കൺട്രോൾ പ്ലസ് എഫ്, ഓപ്ഷൻ സി കൺട്രോൾ പ്ലസ് ഡി, ഓപ്ഷൻ ഡി കൺട്രോൾ പ്ലസ് എൻ. ഓപ്ഷൻ ഡി ആണ് ആൻസർ കൺട്രോൾ പ്ലസ് എൻ. അടുത്ത ക്വസ്റ്റ്യൻ. Control plus N is used to option A print document, option B create a bullet point, option C create a new document, option D create a hanging indent. Option C and answer create a new document. Which moves the cursor one word to the left? അതായത് ഈ കഴ്സറിനെ ഒരു വാക്ക് ഇടത്തേക്ക് നീക്കുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ലെഫ്റ്റ് ആരോ, ഓപ്ഷൻ ബി കൺട്രോൾ പ്ലസ് ലെഫ്റ്റ് ആരോ, ഓപ്ഷൻ സി ഷിഫ്റ്റ് പ്ലസ് ലെഫ്റ്റ് ആരോ, ഓപ്ഷൻ ഡി കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ലെഫ്റ്റ് ആരോ. ഓപ്ഷൻ എ ആണ് ആൻസർ ലെഫ്റ്റ് ആരോ. അടുത്ത ക്വസ്റ്റ്യൻ. കൺട്രോൾ പ്ലസ് ഒ ഈസ് യൂസ്ഡ് ടു ഓപ്ഷൻ എ ഓപ്പൺ ഡോക്യുമെന്റ്, ഓപ്ഷൻ ബി ഓപ്പൺ ഡയലോഗ് ബോക്സ്, ഓപ്ഷൻ സി ഓപ്പൺ പ്രിന്റ് വിൻഡോ, ഓപ്ഷൻ സി ഓപ്പൺ പ്രിന്റ് വിൻഡോ, ഓപ്ഷൻ ഡി ഓപ്പൺ ദ ഫൈൻഡ് വിൻഡോ. ഓപ്ഷൻ എ ആണ് ആൻസർ ഓപ്പൺ ഡോക്യുമെന്റ്. അടുത്ത ക്വസ്റ്റ്യൻ. ദ റൂളർ ജസ്റ്റ് ബെനീത്ത് റിബൺ ഈസ്, അതായത് റിബണിന് താഴെയുള്ള റൂളർ. ഓപ്ഷൻ എ വെർട്ടിക്കൽ റൂളർ, ഓപ്ഷൻ ബി ഡയഗണൽ റൂളർ, ഓപ്ഷൻ സി ഹൊറിസോണ്ടൽ റൂളർ, ഓപ്ഷൻ ഡി സ്ക്രോൾ ബാർ. ഓപ്ഷൻ എ ആണ് ആൻസർ വെർട്ടിക്കൽ റൂളർ. അടുത്ത ക്വസ്റ്റ്യൻ. റീസെന്റ് ഓപ്പൺഡ് ഓർ മോഡിഫൈഡ് ഡോക്യുമെന്റ് ഷാൽ ബി ഈസിലി ഓപ്പൺഡ് ഫ്രം, അതായത് അടുത്തിടെ തുറന്നതോ പരിഷ്കരിച്ചതോ ആയ പ്രമാണം ഡാഷിൽ നിന്ന് എളുപ്പത്തിൽ തുറക്കപ്പെടും. ഓപ്ഷൻ എ ഫയൽ ന്യൂ, ഓപ്ഷൻ ബി ഫയൽ ഓപ്പൺ, ഓപ്ഷൻ സി ഫയൽ റീസെന്റ് ഡോക്യുമെന്റ്സ്, ഓപ്ഷൻ ഡി ഫയൽ സേവ് ആസ്. Option C and answer file recent documents. The layout view that displays pages exactly as they will appear when printed. അതായത് അച്ചടിക്കുമ്പോൾ ദൃശ്യമാകുന്ന പേജുകൾ കൃത്യമായി പ്രദർശിപ്പിക്കുന്ന ലേഔട്ട് വ്യൂ. ഓപ്ഷൻ എ ഫുൾ സ്ക്രീൻ റീഡിംഗ്, ഓപ്ഷൻ ബി പ്രിന്റ് ലേഔട്ട് വ്യൂ, ഓപ്ഷൻ സി ഡ്രാഫ്റ്റ് വ്യൂ, ഓപ്ഷൻ ഡി ഔട്ട്ലൈൻ വ്യൂ. ഓപ്ഷൻ ബി ആണ് ആൻസർ പ്രിന്റ് ലേഔട്ട് വ്യൂ. അടുത്ത ക്വസ്റ്റ്യൻ. The total number of pages words in a document are displayed at, അതായത് ഒരു ഡോക്യുമെന്റിലെ ആകെ പേജുകളുടെ എണ്ണം വാക്കുകൾ എന്നിവ പ്രദർശിപ്പിക്കുന്നത് എവിടെ? ഓപ്ഷൻ എ ടൈറ്റിൽ ബാർ, ഓപ്ഷൻ ബി ഡയലോഗ് ബോക്സ് ലോഞ്ചർ, ഓപ്ഷൻ സി സ്റ്റാറ്റസ് ബാർ, ഓപ്ഷൻ ഡി സ്ക്രോൾ ബട്ടൺ. ഓപ്ഷൻ സി ആണ് ആൻസർ സ്റ്റാറ്റസ് ബാർ. വാട്ടർമാർക്ക് ഈസ് ഫൗണ്ട് ഇൻ ദ ഡാഷ്, അതായത് ഡാഷിൽ വാട്ടർമാർക്ക് കാണപ്പെടുന്നു. ഓപ്ഷൻ എ പേജ് ബാക്ക്ഗ്രൗണ്ട് ഗ്രൂപ്പ്, ഓപ്ഷൻ ബി തീംസ് ഗ്രൂപ്പ്, ഓപ്ഷൻ സി ഹെഡർ / footer group, option D symbol group. Option A and answer page background group. Other question. Bookmark is included in the dash. Bookmark dash ഉൾപ്പെടുത്തിയിട്ടുണ്ട്. Option A illustration group, option B links group, option C themes group, option D page background group. Option B and answer links group. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കണം. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.